ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു പുതിയ സ്ഥലത്തേക്ക് യാത്ര തിരിക്കാം. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബോണക്കാടാണ്. ബോണക്കാടെന്ന് പറയുമ്പോൾ നമ്മൾ അഗസ്ത്യ മലനിരകളിലെ ബ്രിട്ടീഷുകാർ 1850കളിൽ തുടങ്ങിയ ഒരു ടീ എസ്റ്റേറ്റാണ്. നമ്മളിൽ പലരും ഇവിടെ വന്നിട്ടുണ്ടാകാം, കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ, എങ്ങനെയാണ് ഇവിടെ, ഇപ്പോൾ എന്താണ് എന്നുള്ളതൊന്ന് കാണാം. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ബ്രിട്ടീഷുകാർ 1850കളിൽ ഇവിടെ ഏലക്ക, തേയില തുടങ്ങിയ കൃഷികൾ ചെയ്തിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ വളരെ സന്തോഷത്തോടെ ജീവിച്ചും ജോലി ചെയ്തും വന്നൊരു സ്ഥലമാണ്. എന്തുകൊണ്ടോ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഒരു കമ്പനികളും ഒന്നും എന്തുകൊണ്ടോ വളരാതെ പോയി. ഇത് 1995 മഹാവീർ പ്ലാന്റേഷൻസ് ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ മഹാവീർ പ്ലാന്റേഷൻസ് ഏറ്റെടുത്ത ആ കമ്പനി വളരെ നല്ലതുപോലെ തേയില കൃഷിയും ഏലക്ക കൃഷിയും ഒക്കെ ആയിട്ട് വളരെ കുരുമുളക് തുടങ്ങിയ സ്പൈസസ്, അറിയാലോ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്പൈസസ് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിരുന്നത്. അതിൻ്റെ കൃഷിയൊക്കെ ആയിട്ട് വന്നത് അവിടുന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മഹാവീർ പ്ലാന്റേഷൻസ് ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ ട്രേഡ് യൂണിയൻസൊക്കെ വളർന്നു, ഒരുപാട് നേതാക്കൾ വന്നു. അതിൻ്റെ പരിണാമ ഫലമായിട്ട് അവിടെ തൊഴിൽ സമരങ്ങളും മറ്റു പ്രശ്നങ്ങളും ട്രേഡ് യൂണിയൻസും ഒക്കെ വന്നു. ഫലത്തിൽ ഇന്ന് ആ ഒരു വലിയൊരു എസ്റ്റേറ്റ് ഒന്നുമല്ലാതായി. അവിടെ ജീവിച്ചിരുന്ന ആൾക്കാർ ഒന്നുമാകാതെയായി. അവിടെ ഇന്ന് പട്ടിണിയും പരിഭവവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആൾക്കാർ വളരെ കഷ്ടപ്പെടുകയാണ്. നോക്കൂ, നമ്മുടെ ഇത്രയും അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത്രയും വലിയ ബിൽഡിങ്സ് അവിടെ കെട്ടാനും അതിനകത്തുള്ള ഓരോ മെഷീൻസ് നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഒരുപാട് കാര്യങ്ങൾ ആ മെഷീൻസിന് ചിലപ്പോൾ പറയാനുണ്ടാവും. എല്ലാം മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ഇത് ഈ മലനിരകളിൽ ഇത്രയും മുകളിൽ എങ്ങനെ ആ മെഷീൻസ് എത്തിച്ചു എന്നുള്ളത് ഏറ്റവും കൗതുകകരമായൊരു കാര്യമാണ്. ഇത്രയും ട്രാൻസ്പോർട്ടേഷൻസ് അന്ന് ഇല്ലാതിരുന്ന സമയത്ത് ഓർക്കണം, 1850കളിലാണ് ഈ ഒരു എസ്റ്റേറ്റ് അവിടെ സ്ഥാപിച്ചത്. നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ തേയില, ഇതിന് ചുറ്റുമുള്ള തേയില കൊണ്ടുവന്ന് അത് പ്രോസസ്സ് ചെയ്ത് തേയിലപ്പൊടിയായിട്ട് പാക്ക് ചെയ്ത് അത് പുറം രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇതിനകത്തൊക്കെ മെഷീൻസാണ്, എല്ലാം തുരുമ്പിച്ച് ശരിക്കും പറഞ്ഞാൽ തൂക്കി വിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥകളിലാണ് ഇന്ന്. നമുക്കിതൊക്കെ ഒന്ന് നേരിട്ട് കാണാം. ഉണ്ടോ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ലോറിയുടെ എൻജിൻ പോലെ ഉണ്ട്. ഇതെല്ലാം മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ്. ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഈ ബോണക്കാട്, ഈ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന മെഷീൻസാണ്. ഉണ്ടോ? ഇങ്ങോട്ട് വരുന്ന സമയം നമുക്ക് പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരെയും എല്ലാ സമയത്തും കയറ്റിവിടത്തില്ല, കാരണം വരുന്ന വഴിയൊക്കെ നല്ല കാടാണ്. അപ്പോൾ ബോണക്കാട് നിങ്ങളെല്ലാവരും സന്ദർശിക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ടീ പ്ലാന്റേഷൻസിൻ്റെ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റിൻ്റെ പുറകിലാണ്. അതായത് ഇതിന് ലയം എന്ന് പറയും. അതായത് ഇവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല പ്രകൃതി ഭംഗിയാണ്. ആ കാണുന്നത് അഗസ്ത്യ മലനിരകളാണ്. ഈ വീട്ടിലാണ് ആൾക്കാർ താമസിക്കുന്നത്. ഇന്നിവിടെ ശരിക്കും ഉള്ളത് പട്ടിണിയാണ്. കാരണം ഇവർക്ക് ആർക്കും തന്നെ ഇവിടെ ജോലിയില്ല, ഇവിടെ നിന്നുള്ള വരുമാനമില്ല. എന്നാൽ കുറച്ച് ആൾക്കാർ ഇന്ന് ഫോറസ്റ്റ് ഗാർഡായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അഗസ്ത്യാർ കൂടത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ കൂടെ അവർ ഗൈഡായിട്ട് പോവുകയാണ്. അവരെല്ലാം തന്നെ താൽക്കാലികമായി നിയമിച്ചിട്ടുള്ളവരാണ്. അവർക്ക് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ല, പെർമനൻറ്റ് സ്റ്റാഫ് അല്ല. ഇതാണ് അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ. നമുക്കൊന്ന് കാണാം. ഉണ്ടോ? അന്നത്തെ കാലത്ത് വച്ച വീടുകളാണിതൊക്കെ. ഇപ്പം എല്ലാം ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് നമുക്കുള്ള യാതൊരു സൗകര്യങ്ങളും തന്നെ ഇവിടെ ഇല്ല. ഇലക്ട്രിസിറ്റി ഉണ്ട്, വെള്ളം ഈ പറഞ്ഞതുപോലെ അവർക്ക് അത്യാവശ്യം അരുവിയിൽ നിന്നും അല്ലാതെയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ആ ഓഫീസ്. നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥാപനമാണത്.
ഉണ്ടോ? ഇത് അഗസ്ത്യമലയാണ്. അഗസ്ത്യാർകൂടം അവിടെയാണ്. ഇവിടെ കാട്ടുപന്നിയുടെ ശല്യമുണ്ട്, കാട്ടുമൃഗങ്ങളുണ്ട്. ഇപ്പോൾ കൃഷി ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇവിടെയുള്ള ആൾക്കാർ ഒരു പുറത്തുപോയി ഒരു തൊഴിൽ കണ്ടെത്തണമെങ്കിൽ തന്നെ ഇവിടുന്ന് മണിക്കൂറുകളോളം സഞ്ചരിച്ചാലാണ് അവർ പുറത്തേക്ക് ഒരു സിറ്റി ഏരിയയിലോട്ട് എത്തുക. അപ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുക. ആ റോഡ് വഴിയാണ് നമ്മൾ ഇവിടെ വന്നത്. ഇതൊക്കെ അഗസ്ത്യമലയാണ്. ആ കാണുന്ന അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ മലയുടെ അപ്പുറത്താണ് അഗസ്ത്യാർകൂടം വരുന്നത്. ഇത് നമ്മൾ അവിടുന്ന് എസ്റ്റേറ്റ് കഴിഞ്ഞ് ഈ ലയത്തിലോട്ട് വരുന്ന വഴിയിലുള്ള ഒരു വാട്ടർഫോൾസാണ്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് കുറച്ച് വെള്ളം കുറവാണ്, പക്ഷെ ശരിക്കും നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇതൊക്കെ പഴയ അവശിഷ്ടങ്ങളായി. അപ്പോൾ കഴിയുന്നതും ബോണക്കാട് വരാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ വരുന്ന സമയം എന്തെങ്കിലും സഹായം ഇവിടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും, അതായത് ധാന്യങ്ങളോ ഭക്ഷണ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. കാരണം ഇവിടെ ഒരു 60-70ഓളം കുടുംബങ്ങൾ ഇന്നും യാതൊരുവിധ വരുമാനം ഇല്ലാതെയും അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടും ജീവിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു സ്മരണയായിട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ബ്രിട്ടീഷുകാർ ചെയ്തിട്ട് പോയതിൻ്റെ ബാക്കി പത്രമായിട്ട് ഒരു സ്മരണ പോലെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടതിലേക്കായി വളരെ സന്തോഷം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം അടുത്ത വീഡിയോ.